സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ഭൂട്ടാൻ ആഡംബര വാഹനക്കടത്ത് കേസിൽ പ്രമുഖ നടൻ ദുൽഖർ സൽമാനെതിരെ കസ്റ്റംസ് അന്വേഷണം അതീവ ഊർജിതമാകുന്നു. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ കൂടുതൽ ആഡംബര വാഹനങ്ങൾ ദുൽഖർ സൽമാന്റെ പക്കലുണ്ടെന്നാണ് കസ്റ്റംസ് വിഭാഗത്തിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ. വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 4 ആഡംബര വാഹനങ്ങൾ കൂടി ദുൽഖറിന്റെ പക്കലുണ്ടെന്ന് കസ്റ്റംസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ കേസിൽ വ്യക്തത വരുത്തുന്നതിനായി നടനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് തീരുമാനം. അന്വേഷണ സംഘത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ദുൽഖർ സൽമാന്റെ പക്കൽ കൂടുതൽ അനധികൃത വാഹനങ്ങൾ ഉള്ളതായി കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭൂട്ടാനിൽ നിന്ന് സമാന രീതിയിൽ നികുതി വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന 4 ആഡംബര വാഹനങ്ങൾ കൂടി നിലവിൽ ദുൽഖർ സൽമാന്റെ പക്കലുണ്ടെന്നാണ് കസ്റ്റംസ് വിഭാഗം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ദുൽഖറിന്റെ കൈവശമുണ്ടായിരുന്ന 4 വാഹനങ്ങൾ കസ്റ്റംസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ 4 വാഹനങ്ങൾ കൂടി കസ്റ്റംസിന്റെ ഔദ്യോഗിക നിരീക്ഷണ വലയത്തിലായിരിക്കുന്നത്. ദുൽഖറിന്റെ പക്കലുണ്ടെന്ന് കണ്ടെത്തി പുതിയ വാഹനങ്ങൾ എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനാണ് കസ്റ്റംസ് ശ്രമിക്കുന്നത്. നടന്റെ പക്കലുണ്ടെന്ന് കണ്ടെത്തിയ പുതിയ 4 ആഡംബര വാഹനങ്ങളും അടിയന്തരമായി കണ്ടെത്താനും അവ ഔദ്യോഗികമായി പിടിച്ചെടുക്കാനുമാണ് കസ്റ്റംസ് ലക്ഷ്യമിടുന്നത്. ഇതിനായി കേരളത്തിന് പുറമെയുള്ള ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് തങ്ങളുടെ അന്വേഷണവും തിരച്ചിലും അതീവ ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിലെ കസ്റ്റംസ് യൂണിറ്റുകളുടെ സഹായത്തോടെ ഈ വാഹനങ്ങൾ കണ്ടെത്താനാണ് നിലവിലത്തെ നീക്കം. പുതിയ ആഡംബര വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ നടനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന നിലപാടിലാണ് കസ്റ്റംസ്. പുതിയ വാഹനങ്ങളുടെ കൃത്യമായ രേഖകളെക്കുറിച്ചും അവ വാങ്ങിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി നടൻ ദുൽഖർ സൽമാനെ വീണ്ടും വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ വാഹനങ്ങളുടെ കൃത്യമായ രേഖകളെക്കുറിച്ചും അവ വാങ്ങിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി നടൻ ദുൽഖർ സൽമാനെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അന്താരാഷ്ട്ര വാഹന കള്ളക്കടത്ത് നടത്തുന്ന മാഫിയ റാക്കറ്റുകളുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ലെന്നും നിലവിൽ തന്റെ കൈവശമുള്ള എല്ലാ ആഡംബര വാഹനങ്ങൾക്കും കൃത്യമായ നിയമപരമായ രേഖകൾ ഉണ്ടെന്നുമാണ് ദുൽഖർ സൽമാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത്. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് നടത്തിയ ആദ്യഘട്ട റെയ്ഡുകളിൽ ദുൽഖറിന്റെ പ്രമുഖ ആഡംബര വാഹനങ്ങൾ നേരത്തെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ ദുൽഖറിന്റെ നിസാൻ പെട്രോൾ, ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസർ എന്നീ വമ്പൻ വാഹനങ്ങൾ കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ഇതിൽ നിസാൻ പെട്രോൾ വാഹനം കളമശ്ശേരിയിലെ ഒരു പ്രമുഖ ഷോറൂമിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൽ ഉപയോഗിച്ച വാഹനമായിരുന്നു ഇത്. പിടിച്ചെടുത്ത വാഹനത്തിൽ തന്റെ ഡിഫൻഡർ കാർ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചിരുന്നു. കസ്റ്റംസ് ഹൈക്കോടതിയിൽ നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും കസ്റ്റംസ് നിയമത്തിലെ സെക്ഷൻ 110A പ്രകാരം അന്വേഷണ പരിധിയിലുള്ള വാഹനങ്ങൾ നിബന്ധനകളോടെ ഉടമയ്ക്ക് വിട്ടു നൽകാൻ വ്യവസ്ഥയുണ്ടെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കുമെന്നും അഥവാ വിട്ടു നൽകിയില്ലെങ്കിൽ അതിന്റെ കാരണം രേഖാമൂലം അറിയിക്കണമെന്നും ഹൈക്കോടതി കസ്റ്റംസിന് ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു. ദുൽഖർ സൽമാന്റെ പക്കൽ നിന്നും കണ്ടെത്തിയ 4 വാഹനങ്ങൾ കൂടി കണ്ടെത്തുകയും അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തതോടെ ഭൂട്ടാൻ വാഹനക്കടത്ത് കേസ് അതീവ നിർണായകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ നടനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതോടെ കള്ളക്കടത്ത് റാക്കറ്റുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കസ്റ്റംസ് പ്രതീക്ഷിക്കുന്നത്.